തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമ്മാട്. വാർത്തകൾ വിശദമായി. തെയ്യാല തട്ടത്തലം ഹൈസ്കൂൾ പടിയിൽ വെച്ച് 2 കോടി തട്ടിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കേസിൽ നടന്നത് സിനിമയെ വെല്ലുന്ന തിരക്കഥയാണ്. തുമ്പില്ലാതെ കിടന്ന കേസിൽ പോലീസിന്റെ അന്വേഷണ മികവിൽ പുറത്തുവന്നത് നിരവധി ട്വിസ്റ്റുകളാണ്. പണം തട്ടിയത് തെന്നല അറക്കൽ സ്വദേശി ഹനീഫയുടെ ഒപ്പമുണ്ടായിരുന്നവർ തന്നെ. ഹനീഫയ്ക്ക് തിരൂർ സ്വദേശി ഷാജഹാൻ എന്നയാൾ ദുബായിൽ നിന്ന് ബിസിനസ് നടത്തിയതിൽ നിന്നും കൊടുത്ത പണമാണ് കവർച്ച ചെയ്യപ്പെട്ട 1,92,50,000 രൂപ. ഇയാൾക്ക് ഹനീഫ നൽകിയ പണം തിരികെ നൽകിയതാണ്. ബിസിനസ്സിൽ മുടക്കിയ പണമായിരുന്നു ഇത്. നേരത്തെ ലാഭവിഹിതമടക്കം ലഭിച്ചിരുന്നു. തുടർന്ന് മുടക്കുമുതൽ തിരികെ വാങ്ങുകയായിരുന്നു. കൊടിഞ്ഞി ചെറുപാറ സ്വദേശി മുഖേനയാണ് ഓഗസ്റ്റ് 14 പണം കൈമാറിയത്. ഈ പണം വാങ്ങി മടങ്ങുന്നതിനിടെയാണ് നീല അൾട്ടോ കാറിലെത്തി ഹനീഫയും ബന്ധു അഷ്റഫും സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തി മാരക ആയുധങ്ങളുമായി ആക്രമിച്ച് പണം അടങ്ങിയ ബാഗ് കവർന്നത്. ഹനീഫയുടെ മൊബൈൽ ഫോണും ചാവിയും സംഘം കവർന്നിരുന്നു. കേസിൽ നേരത്തെ 3 പേരെ പോലീസ് പിടികൂടിയിരുന്നു. തിരൂരങ്ങാടി താഴേച്ചിന സ്വദേശി തടത്തിൽ കരീം, പന്താരങ്ങാടി സ്വദേശി വലിയ പീടേക്കൽ മുഹമ്മദ് ഫവാസ്, ഉള്ളണം സ്വദേശി മംഗലശ്ശേരി രജീഷ് എന്നിവരാണ് പിടിയിലായത്. സംഭവത്തിൽ പണം തട്ടാൻ കൊട്ടേഷൻ നൽകിയത് കൂരിയാട് സ്വദേശി സാദിഖും ദുബായിൽ നിന്നും പണം നൽകിയ തിരൂർ സ്വദേശി ഷാജഹാനുമാണെന്നാണ് പോലീസ് പറയുന്നത്. സാദിഖ് മുഖേന ഷാജഹാനാണ് കൊട്ടേഷൻ നൽകിയതെന്നാണ് കേസ് അന്വേഷിക്കുന്ന താനൂർ ഇൻസ്പെക്ടർ KT ബിജിത്ത് പറഞ്ഞത്. പണം നഷ്ടപ്പെട്ട ഹനീഫയുടെ കൂടെ സഹായിയായി നിന്നിരുന്ന ആളാണ് സാദിഖ്. ഇയാളും ഷാജഹാനുമാണ് കൂടെ നിന്ന് ഒറ്റിയത്. കവർച്ച നടന്ന അന്ന് തന്നെ സാദിഖ് സംഭവസ്ഥലത്ത് എത്തുകയും ചെയ്തിരുന്നു. ഹനീഫയെ സഹായിക്കാൻ എന്ന വ്യാജേനയാണ് ഇയാൾ സ്ഥലത്തെത്തിയത്. തുടർന്ന് എല്ലാ കാര്യത്തിനും ഒപ്പമുണ്ടാവുകയും ചെയ്തിരുന്നു. സ്റ്റേഷനിൽ പുലർച്ചെ വരെ ഹനീഫയ്ക്കൊപ്പം സാദിഖ് ഒപ്പമുണ്ടായിരുന്നു. കേസിൽ 1-ാം പ്രതിയായി സാദിഖും 2-ാം പ്രതിയായി ഷാജഹാനും 3-ാം പ്രതിയായി കരീമും വരും. നേരത്തെ 1-ാം പ്രതിയായി കരീമിനെയാണ് രേഖപ്പെടുത്തിയിരുന്നത്. കേസിലെ 1ഉം 2ഉം പ്രതികളായ സാദിഖിൻ്റെയും ഷാജഹാൻ്റെയും സ്വത്ത് കണ്ടുകെട്ടാനാണ് SP-യുടെ തീരുമാനം. ബിസിനസ്സിനായി നൽകിയ പണം തിരികെ വാങ്ങിയതിൽ 1 കോടി രൂപ ഷാജഹാൻ നൽകിയതെന്നാണ് ലഭിക്കുന്ന വിവരം. ശേഷിക്കുന്ന 92.5 ലക്ഷം രൂപ ബിസിനസ്സിൽ നിന്നുള്ളതും. പണം കവർച്ച ചെയ്യുന്നതിൽ 1 കോടി രൂപ ഷാജഹാനും ശേഷിക്കുന്ന 92.5 ലക്ഷത്തിൽ 30 ലക്ഷം ഷാജഹാനും 30 സാദിഖിനും ശേഷിക്കുന്ന 32.5 കരീമിന് എന്നതായിരുന്നു കൊട്ടേഷൻ കരാർ. ഇതിൽ കവർച്ച നടത്തിയ ശേഷം കരീമ തൻ്റെ സംഘത്തിലുള്ളവർക്ക് 6.5 ലക്ഷം വീതം 2 പേർക്കും ഒരാൾക്ക് 7 ലക്ഷം രൂപ നൽകി എന്നാണ് കരീമ നൽകിയ മൊഴി. കൂടാതെ ഇതിലെ 10 ലക്ഷത്തോളം രൂപ ഗോവയിൽ ചെലവഴിച്ചുവെന്നും കരീമ നൽകിയ മൊഴിയിൽ പറയുന്നു. കേസിലെ പ്രതിയായ തിരൂരങ്ങാടി സ്വദേശി കരീമുമായും ഹനീഫയ്ക്ക് സുഹൃത്ത് ബന്ധമുണ്ട്. കരീം സംഭവം നടന്ന പിറ്റേ ദിവസം തന്നെ ഹനീഫയുടെ വീട്ടിലെത്തി ഒന്നുമറിയാത്ത നല്ല പിള്ളയായി അഭിനയിച്ച് അവിടെ നിന്ന് നൽകിയ ചായയിൽ മധുരം കൂടുതലാണെന്ന് പറഞ്ഞ് മറ്റൊരു ചായ ഉണ്ടാക്കി നൽകി അതും കുടിച്ച് കാര്യങ്ങൾ സംസാരിച്ചാണ് പോയത്. ഒപ്പമുള്ളവർ തന്നെ ചതിച്ചതിൻ്റെ ഞെട്ടലിലാണ് ഹനീഫ. സംഭവം നടന്ന് ഏതാനും ദിവസം നാട്ടിലുണ്ടായിരുന്ന സാദിഖ് പെട്ടെന്ന് തന്നെ വിദേശത്തേക്ക് കടക്കുകയും ചെയ്തു. ആദ്യം മുംബൈയിലേക്ക് കടന്ന സാദിഖിനെ തേടി പോലീസ് മുംബൈയിലെത്തിയിരുന്നുവെങ്കിലും അവിടെ നിന്നും ദുബായിലേക്ക് കടന്നു കളയുകയായിരുന്നു. അതേസമയം ഹനീഫയ്ക്ക് പണം നൽകിയ ഷാജഹാനും ദുബൈയിലാണ് ഉള്ളത്. ഷാജഹാനെയും സാദിഖിനെയും നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഷാജഹാൻ പണം കൈമാറിയ ശേഷം സാദിഖ് മുഖേന കൊട്ടേഷൻ നൽകി എന്നാണ് പോലീസ് പറയുന്നത്. ഈ മാസം 14-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. തെന്നല സ്വദേശി പറമ്പിൽ മുഹമ്മദ് ഹനീഫ, ബന്ധു അഷ്റഫ് തെന്നല എന്നിവർ കൊടിഞ്ഞി ചെറുപാറയിലെ വ്യക്തിയിൽ നിന്നും 1,92,50,000 രൂപ വാങ്ങി വരുമ്പോൾ തെയ്യാല തട്ടത്തലം ഹൈസ്കൂൾ പടിയിൽ വെച്ച് മേലേപ്പുറം ഇറക്കത്തിൽ വെച്ച് കാറിലെത്തിയ സംഘം ആക്രമിക്കുകയായിരുന്നു. നീല അൾട്ടോ കാറിൽ മുഖംമൂടി ധരിച്ചെത്തിയ 4-അംഗ സംഘം വടിവാളുകൾ, ഹോക്കി സ്റ്റിക്ക് ഉൾപ്പെടെയുള്ളവയുമായി കാറിൻ്റെ ചില്ല് തകർത്തു. 4 ബാഗുകളായി സൂക്ഷിച്ച പണം കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിൽ 3 പേരെയാണ് പോലീസ് പിടികൂടിയത്. തിരൂരങ്ങാടി താഴേച്ചിന സ്വദേശി തടത്തിൽ കരീമ, പന്താരങ്ങാടി സ്വദേശി വലിയ പീടേക്കൽ മുഹമ്മദ് ഫവാസ്, ഉള്ളണം സ്വദേശി മംഗലശ്ശേരി രജീഷ് എന്നിവരാണ് പിടിയിലായത്. കൃത്യം നടത്തിയ ശേഷം 16-ന് പ്രതികൾ ഗോവയിലേക്ക് രക്ഷപ്പെട്ടിരുന്നു. പോലീസ് അന്വേഷണ സംഘം ഇവരെ പിന്തുടർന്ന് ഗോവയിലും എത്തിയിരുന്നു. ഇവർ മടങ്ങുന്നതിനിടെ കോഴിക്കോട് വെച്ചാണ് കരീമിനെയും രജീഷിനെയും പിടികൂടിയത്. ഇവരിൽ നിന്നും ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫവാസിനെയും പിടികൂടുന്നത്. പ്രതികളെ 4 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. ഇവരുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ആദ്യ ദിവസം കരീമിൻ്റെ വീട്ടിലും പരിസരത്തുമായാണ് തെളിവെടുപ്പ് നടത്തിയത്. ഇതിൽ കാർ ആക്രമിക്കാൻ ഉപയോഗിച്ച 3 വടിവാളുകളും 2 മങ്കി ക്യാപ്പും പണം കൊണ്ടുപോകുകയായിരുന്ന ഹനീഫയുടെ മൊബൈൽ ഫോണും പണം സൂക്ഷിച്ചിരുന്ന ബാഗും കിണറ്റിൽ നിന്ന് കണ്ടെത്തി. തിരൂരങ്ങാടി ചെറുമുക്ക് റോഡിൽ കുണ്ടുച്ചിനയിൽ ഒഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ ഉപേക്ഷിച്ച നിലയിലാണ് വാളും മങ്കി ക്യാപ്പും ഫോണും ബാഗും ലഭിച്ചത്. കരീമിൻ്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 5.5 ലക്ഷത്തോളം രൂപയും ലഭിച്ചിരുന്നു.
രജീഷുമായി നടത്തിയ പരിശോധനയിൽ രജീഷിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും 2.5 ലക്ഷം രൂപയും പോലീസ് കണ്ടെടുത്തു. ഇന്നലെ ഫവാസിന്റെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. ആദ്യ ദിവസം പരിശോധന നടത്തിയെങ്കിലും ഒന്നും ലഭിക്കാതെ മടങ്ങിയിരുന്നു. തുടർന്ന് പിറ്റേ ദിവസം നടത്തിയ പരിശോധനയിൽ വീടിന്റെ പിറകിലെ നായക്കൂട്ടിലെ മുകളിൽ സൂക്ഷിച്ച നിലയിൽ 5 ലക്ഷം രൂപ കണ്ടെടുക്കുകയായിരുന്നു. ഇതുകൂടാതെ കവർച്ച നടന്ന തെയ്യാല തട്ടത്തലം ഹൈസ്കൂൾ പടിക്ക് സമീപവും തെളിവെടുപ്പ് നടത്തി. പ്രതികൾ വാഹനം നിർത്തിയിരുന്ന കുണ്ടൂർ ആശാരിത്തായത്തെ വീട്ടിലും പണം വാങ്ങിക്കൊണ്ടുവന്ന ചെറുപാറയിലെ വീട്ടിലും പ്രതികൾ പദ്ധതി ആസൂത്രണം ചെയ്ത ചെറുമുക്കിലെ വീട്ടിലും തെളിവെടുപ്പ് നടത്തി. താനൂർ ഇൻസ്പെക്ടർ KT ബിജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. ഇന്ന് കരീമിന്റെ വീട്ടിൽ വീണ്ടും പരിശോധന നടത്തിയിരുന്നുവെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. തുമ്പില്ലാതിരുന്ന കേസ് പോലീസിന്റെ അന്വേഷണ മികവിലൂടെയാണ് തെളിയിക്കാൻ സാധിക്കാനായത്. 3 മാസം മുമ്പ് തന്നെ പ്രതികൾ കൃത്യം നടത്താൻ പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു. ഇതിനായി 1 ലക്ഷം രൂപയ്ക്ക് കാർ വാങ്ങി ആളുകളെ തയ്യാറാക്കി. വടിവാളുകളും മങ്കി ക്യാപ്പും വാങ്ങി കവർച്ച നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. കവർച്ച നടത്തിയ ശേഷം കുണ്ടൂർ ആശാരിത്തായത്തെ വീട്ടിലാണ് കാർ നിർത്തിയിട്ടിരുന്നത്. പിന്നീട് 2ാമത്തെ ദിവസമാണ് കാർ വിൽപ്പന നടത്തുവാൻ പാലക്കാട്ടേക്ക് കൊണ്ടുപോയത്. ഇവിടെ നിന്നും കരീമിന്റെ സാന്നിധ്യത്തിൽ കാർ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യാജ നമ്പർ പ്ലേറ്റാണ് പ്രതികൾ ഉപയോഗിച്ചത് എന്നത് പോലീസിന് തലവേദനയായിരുന്നു. കൊടിഞ്ഞി ഭാഗത്തേക്കാണ് പ്രതികൾ കവർച്ച നടത്തിയ ശേഷം രക്ഷപ്പെട്ടത്. പണം തട്ടിയ സംഘത്തെക്കുറിച്ചോ കാറിനെക്കുറിച്ചോ ഒരു വിവരവും ഇല്ലായിരുന്നു. താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിച്ചിരുന്നു. പോലീസ് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ദിവസങ്ങളോളം പരിശ്രമിച്ചതിനെ തുടർന്നാണ് തുമ്പില്ലാതിരുന്ന കേസിൽ പ്രതികളെ പിടികൂടാനായത്. സംഭവം നടന്ന ഉടനെ പ്രതികൾ ജില്ല വിട്ടുപോകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. SP-യുടെ നേതൃത്വത്തിൽ 3 തവണ അവലോകന യോഗവും നടത്തി. പോലീസ് 500ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതികളിലേക്ക് എത്തിയത്. 2000-ൽ പരം ആളുകളുടെ ഫോൺ ഡീറ്റെയിൽസും പരിശോധിച്ചു. 5 ദിവസത്തെ പരിശോധനയ്ക്കൊടുവിലാണ് പ്രതികളെപ്പറ്റി സൂചന ലഭിച്ചത്. തുടർന്ന് 2 ദിവസം കൊണ്ട് തന്നെ പ്രതികളെ പിടികൂടുകയും ചെയ്തു. CCTV ദൃശ്യങ്ങൾ കാര്യമായി ഗുണം ചെയ്തിരുന്നില്ല. ഇങ്ങനെ തുമ്പൊന്നും ലഭിക്കാതിരുന്ന കേസാണ് അന്വേഷണ മികവിൽ പോലീസ് തെളിയിച്ച് 3 പ്രതികളെ പിടികൂടിയത്. വ്യാജ നമ്പർ പ്ലേറ്റ് ആയിരുന്നുവെങ്കിലും കുണ്ടൂർ ആശാരിത്തായം വരെയുള്ള CCTVകളിൽ മാത്രമേ കാറിൻ്റെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അതും വ്യക്തമായി കാണാൻ പറ്റുന്ന തരത്തിലായിരുന്നില്ല. പിന്നീടുള്ള സ്ഥലങ്ങളിൽ കാർ എത്തിയിരുന്നില്ല. ഈ സൂചന മുൻനിർത്തി നടത്തിയ അന്വേഷണത്തിലാണ് കുണ്ടൂർ ആശാരിത്തായം ഭാഗത്തെ വീട്ടിൽ നീല ആൾട്ടോ കാർ നിർത്തിയിട്ടിരുന്നതായി കണ്ടെത്തിയത്. ഇതിൽ പിടിച്ചാണ് പോലീസ് പിന്നീട് തുമ്പുണ്ടാക്കിയെടുത്തത്. പിന്നാലെയാണ് അന്വേഷണം കരീമിലേക്കും എത്തുന്നത്. താനൂർ DYSP P പ്രമോദ്, മലപ്പുറം DYSP ബിജു, താനൂർ ഇൻസ്പെക്ടർ KT ബിജിത്ത്, SI NR സുജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ന്യൂസ് ബ്യൂറോ, തിരുരങ്ങാടി. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 കാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.